നമസ്കാരം. നമസ്കാരം. നാളെ ഇരയ്ക്ക് നീതി കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എല്ലാവരെയും ഇരയെന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തുന്നൊരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ കോടതി വിധി പറയുകയാണ്. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്, സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ എന്ത് അനീതി കണ്ടാലും നമ്മളത് എതിരായിട്ട് നമ്മൾ പോരാടണം എന്നുള്ളതാണ് ഇന്ന് നിലനിൽക്കുന്നത്. മാധ്യമ പ്രവർത്തക മാത്രമല്ല, ഞാനൊരു സ്ത്രീയാണ്. അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഇരയാക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എന്നും നമ്മൾ ഇരയ്ക്കൊപ്പം തന്നെയാണ്. കാരണം അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും, അവർക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കേണ്ടതും. അപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ പറയുള്ളൂ. ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് കരുതിയിട്ട് ശരിക്കും പ്രതിപട്ടികയിൽ വന്ന ഒരാള്, അത് കറക്റ്റായിട്ടുള്ള ഒരു ആളെ അല്ല നമ്മൾ പ്രതിപട്ടികയിൽ നിർത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരും ഇരയാക്കപ്പെടുകയാണ്. അത് നിങ്ങൾ പറഞ്ഞു വരുന്നത് നടൻ ദിലീപിന്റെ കാര്യമാണോ? 8ാം പ്രതിയായി ചേർക്കപ്പെട്ട ദിലീപ് നിരപരാധിയാണ് എന്നാണോ? ഇല്ലില്ല, ദിലീപ് സാർ നിരപരാധി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടൻ എന്ന് പറയുന്നതായിരിക്കും. സാറിന്റെ പേര് വലിച്ചിടണ്ട നമ്മുടെ ഇതിലേക്ക്. പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അദ്ദേഹം കേസിലെ പ്രതിയാണല്ലോ. എന്നാലും പറയാണ്, അദ്ദേഹം നിരപരാധിയാണ് എന്ന് വാദിക്കത്തക്ക എനിക്ക് എന്റെ കയ്യിൽ എവിഡൻസ് ഇല്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം നിരപരാധി ആണെന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ അദ്ദേഹം നിരപരാധി അല്ല എന്നുണ്ടെങ്കിൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നത് ശക്തമായ തെളിവാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം നിരപരാധി അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ രണ്ട് സൈഡും നോക്കണമല്ലോ. ഞാനിപ്പോ താങ്കളെ നാളെ ഇദ്ദേഹത്തിനെതിരെ ഒരു ശിക്ഷ വിധിക്കപ്പെട്ടാൽ, ഒരു തടവ് ശിക്ഷ വിധിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും കേരളം ഇത് നോക്കിക്കാണുക? ആരാധക ലോകം എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന ആരാധകർക്ക് അതൊരു വലിയൊരു ഷോക്കായിരിക്കും. ഒരു ചിലപ്പോൾ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ അദ്ദേഹം ഇന്ന് പണമുള്ളവർക്ക് ഏത് സ്ഥലത്തും പോയിട്ട് നീതി നേടാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് അദ്ദേഹം പ്രതിയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തിയാണ്. കേസിൽ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, പ്രതിയായിട്ട് തന്നെയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.